നമ്മുടെ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോസാപ്പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ കാണില്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് റോസാപ്പൂക്കൾ ഇല്ലാത്ത ഒരു പൂന്തോട്ടത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും ആകില്ല. അതിനാൽ എല്ലാ വീട്ടിലും ഒരു മൂട് റോസാ ചെടിയെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. വ്യത്യസ്ത നിറങ്ങളിൽ പൂത്തു നിൽക്കുന്ന റോസാ ചെടി കണ്ണുകൾക്ക് ഏറെ ആകർഷകമാണ്. എന്നാൽ നട്ടുകഴിഞ്ഞാൽ അത് പൂക്കാൻ ഏറെ കാലതാമസം വരുന്നതായി തോന്നാറുണ്ടോ? എന്നാൽ ഇതിന് കാരണമുണ്ട്. ചെടിക്ക് വേണ്ടതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പലപ്പോഴും റോസാ ചെടികൾ വളർത്തുന്നത് എങ്ങനെയെന്ന് കൃത്യമായ അറിവില്ലാത്തത് മൂലം അവ വേര് പിടിക്കാതെ പോവുകയും പൂക്കൾ കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. റോസാ ചെടിയിൽ മനോഹരമായ പൂക്കൾ വേഗത്തിൽ വിരിയുന്നതിന് കൃത്യമായി പിന്തുടരേണ്ട ചില കാര്യങ്ങളുണ്ട്. ചെടി നടുന്നതിൽ മാത്രമല്ല, അതിനാവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കേണ്ടതും പ്രധാനമാണ്. മണ്ണിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അവ സസ്യങ്ങളുടെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ സൂക്ഷ്മാണുക്കളും പോഷകങ്ങളുടെ സന്തുലിതാവസ്ഥയും ഇല്ലാതെ റോസ് ചെടിക്ക് അതിൻ്റെ പൂർണ്ണ ശേഷിയിൽ വളരാൻ കഴിയില്ല. മനോഹരമായ റോസാപ്പൂക്കൾ വീട്ടുമുറ്റത്ത് വേഗത്തിൽ വിരിയാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. സൂര്യപ്രകാശം. സാധാരണയായി കമ്പുകൾ നാട്ടിയാണ് റോസാ ചെടികൾ വളർത്തുന്നത്. ബഡ് തൈകളാണ് ഇന്ന് റോസാ ചെടികളിൽ കൂടുതലും വളർത്തുന്നത്. എങ്കിലും നാടൻ ഇനങ്ങളുടെ മൂത്ത കമ്പുകളുടെ അഗ്രഭാഗത്ത് ചാണകം പുരട്ടി നട്ടാൽ വേഗത്തിൽ കിളിർക്കും. ബഡ് ചെയ്ത തൈകൾ അത്യാവശ്യം വലിപ്പമുള്ള ചെടിച്ചട്ടികളിൽ മണ്ണോ പോട്ടിംഗ് മിശ്രിതമോ നിറച്ച് നട്ടുകൊടുക്കാം. റോസ ചെടിച്ചട്ടികൾ നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ദിവസവും 4 മുതൽ 6 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നത് വളരെ പ്രധാനമാണ്. സൂര്യപ്രകാശം ചെടിയുടെ വളർച്ചയെ സഹായിക്കുകയും ആരോഗ്യകരമായ വളർച്ചയും പൂവിടലും ഉറപ്പാക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ വെളിച്ചത്തിൽ ചെടി സാവധാനത്തിൽ വളരുകയും പൂക്കളുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. ചൂട് കൂടുതലാണെങ്കിൽ കുറച്ച് തണൽ നൽകുന്നതാണ് നല്ലത്. അതിനാൽ ശരിയായ അളവിൽ സൂര്യപ്രകാശം റോസാ ചെടിക്ക് കിട്ടിയാൽ നല്ല വളർച്ചയും മനോഹരമായ പൂക്കളും നൽകുന്നു. അടുത്തത് വായു സഞ്ചാരമാണ്. റോസാ ചെടികൾക്ക് വായു സഞ്ചാരം വളരെ പ്രധാനമാണ്. നല്ല വായു സഞ്ചാരം ചെടിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഫംഗസ് തുടങ്ങിയ രോഗങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് പുഴുക്കൾ, ഫംഗസ് തുടങ്ങിയവ ആക്രമിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ വായു സഞ്ചാരം ചെടിയുടെ ഇലകളിലെ ഈർപ്പം വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു. പുഴുക്കളിൽ നിന്നുള്ള കേടുപാടുകൾ തടയുന്നു. അതുപോലെ ഇത് ചെടിയെ ജീവനോടെയും ഊർജ്ജസ്വലമായും നിലനിർത്തുകയും പൂവിടുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ റോസാ ചെടികളെ നന്നായി വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നടാം. അടുത്തത് വെള്ളമാണ്. റോസാ ചെടിക്ക് വെള്ളം വളരെ പ്രധാനമാണ്. ചെടികളുടെ വളർച്ചയ്ക്കും പൂവിടലിനും ശരിയായ അളവിൽ ഈർപ്പം ആവശ്യമാണ്. മണ്ണ് അല്പം ഈർപ്പമുള്ളതായിരിക്കണം. വേരുകളിലും അത് നിലനിർത്തണം. എന്നിരുന്നാലും അമിതമായി നനയ്ക്കുന്നത് മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാൻ കാരണമാകും. ഇത് വേരുകൾ ചീഞ്ഞു പോകാൻ കാരണമാകുകയും ചെടിയുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ മണ്ണിൻ്റെ അവസ്ഥ കണക്കിലെടുത്ത് ആവശ്യമായ അളവിൽ മാത്രം വെള്ളം നൽകാവൂ. സാധാരണയായി ആഴ്ചയിൽ 2 മുതൽ 3 തവണ റോസാ ചെടി നനയ്ക്കാം. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ചെടിയുടെ അവസ്ഥയും പരിസ്ഥിതിയും അനുസരിച്ച് ജലലഭ്യത ക്രമീകരിക്കാം. ചെടികൾ നട്ട് 1 മാസത്തിനുള്ളിൽ വളപ്രയോഗം നടത്തണം. കൃത്യമായി വളപ്രയോഗം ആവശ്യമുള്ള ഒരു ചെടിയാണിത്. ആദ്യത്തെ പൂവ് വിരിയുന്നതുവരെ 2 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം വരെ അളവിൽ ചാണകമോ കമ്പോസ്റ്റോ നൽകേണ്ടതാണ്. ആദ്യ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ 50 ഗ്രാം കടലപ്പിണ്ണാക്ക് ചെടികൾക്ക് നൽകേണ്ടതാണ്. 2-3 കിലോഗ്രാം പച്ച ചാണകമോ നിലക്കടലപ്പിണ്ണാക്കോ 4 ദിവസം മുതൽ 7 ദിവസം വരെ 5 ലിറ്റർ പച്ച വെള്ളത്തിൽ ഇട്ട് കലക്കി എടുക്കുന്ന ലായനി ഒരു ചെടിക്ക് 1/2 ലിറ്റർ എന്ന തോതിൽ വെള്ളത്തിൽ നേർപ്പിച്ച് നൽകേണ്ടതാണ്. ഇത്തരം വളപ്രയോഗങ്ങൾ കഴിഞ്ഞാൽ ചെടികൾ നന്നായി നനച്ചു കൊടുക്കേണ്ടതുമാണ്. നാടൻ പൂക്കൾ നമുക്ക് തിരഞ്ഞെടുക്കാം. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട റോസാ ചെടികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ എല്ലാ ഇനങ്ങളും എല്ലാ നാടിനും യോജിച്ചവയാവണമെന്നില്ല.
വേണമെന്നില്ല. എന്നാൽ നാടൻ ഇനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. അല്ലാത്തവയ്ക്ക് വേണ്ട പ്രത്യേക പരിചരണം നൽകാനും ശ്രദ്ധിക്കണം. ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ രോഗങ്ങൾ അത്ര എളുപ്പത്തിൽ പിടിപെടാത്ത ഇനങ്ങൾ തിരിച്ചറിഞ്ഞ് വാങ്ങുക, അല്ലെങ്കിൽ അവയുടെ സാന്നിധ്യം മറ്റ് ചെടികൾക്കും ദോഷകരമായി ഭവിക്കും. അടുത്തത് പ്രൂണിംഗ് നടത്താം. ഒരുപാട് ഉയരത്തിൽ ചെടി വളർന്നു പോകാതെ വെട്ടി ഒതുക്കി നിർത്തിയാൽ റോസാ ചെടികളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും. ജൂൺ മാസത്തിൻ്റെ അവസാന സമയത്തും ഡിസംബറിൻ്റെ ആദ്യകാലവുമാണ് പ്രൂൺ ചെയ്യാൻ ഏറ്റവും അനുയോജ്യം. ബലം കുറഞ്ഞതും കരിഞ്ഞു തുടങ്ങിയതുമായ തണ്ടുകൾ നീക്കം ചെയ്യണം. അല്പം പ്രായമുള്ള റോസാ ചെടിയാണെങ്കിൽ ഓരോ തണ്ടിൻ്റെയും പകുതി ഭാഗത്തോളം മുറിച്ച് മാറ്റുന്നതാണ് നല്ലത്. ഇനി നമുക്ക് മാറ്റി നടാം. വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ ഒരുമിച്ച് നട്ട് പൂന്തോട്ടം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവ് കാഴ്ചയാണ്. എന്നാൽ റോസാ ചെടികൾ മറ്റ് ചെടികളുമായി അത്ര വേഗത്തിൽ ചേർന്ന് പോകുന്നവയല്ല. അതിനാൽ റോസാ ചെടികൾക്ക് മാത്രമായി പ്രത്യേക ഭാഗം ഒരുക്കുന്നതാണ് അവ ആരോഗ്യത്തോടെ വളരുന്നതിന് ഏറ്റവും നല്ലത്. കീടങ്ങളെ തുരത്താം. ചെടി നട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനപ്പുറം കാര്യമായ പരിചരണം നൽകാത്തവരുണ്ട്. എന്നാൽ റോസാ ചെടികൾക്ക് ഇത് നല്ലതല്ല. ചെടികളുടെ ഇലകൾ അസാധാരണമാംവിധം കരിയുകയോ അഴുകുകയോ ചെയ്യുന്നുണ്ടോ എന്നും കീടങ്ങൾ ചെടിയിൽ കയറി കൂടിയിട്ടുണ്ടോ എന്നും അടിക്കടി നമ്മൾ പരിശോധിക്കണം. ചെടി നട്ടിരിക്കുന്ന സ്ഥലത്ത് കളകൾ വരാതെ വൃത്തിയായി സൂക്ഷിച്ചാൽ രോഗങ്ങളും കീടങ്ങളും പടരുന്നത് ഒരു പരിധിവരെ തടയാനാകും. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.